ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ ദൈവത്തിൽ നിന്നുള്ള സത്യാത്മാവിനെ വിവേചിച്ചറിയാനുള്ള ആഹ്വാനമാണ്. എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുതെന്നും അവ ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന് നിങ്ങൾ വിവേചിച്ചറിയുവാനും യോഹന്നാൻ ശ്ലീഹ ആവശ്യപ്പെടുന്നു. കാരണം യോഹന്നാൻ ശ്ലീഹയുടെ കാലത്ത് വേദവിപരീതികളിൽ ചില ആളുകൾ യേശുവിൻ്റെ ദൈവത്വത്തെ, തൻ്റെ മനുഷ്യത്വത്തെ, കന്യകാജനനത്തെയൊക്കെ ചോദ്യം ചെയ്യുകയും തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള വഞ്ചകരെ, വ്യാജ ഉപദേഷ്ടാക്കളെ വിശ്വസിക്കരുതെന്നുള്ള പ്രബോധനമാണ് ആദ്യം യോഹന്നാൻ ശ്ലീഹ ഇവിടെ നൽകുന്നത്. വ്യാജ ഉപദേഷ്ടാക്കളെ തിരിച്ചറിയാനുള്ള മാർഗം അദ്ദേഹം പറഞ്ഞു. യേശു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ്. അങ്ങനെ പറയാത്ത, വിശ്വസിക്കാത്ത ആത്മാവ് ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇനി 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സത്യ ഉപദേഷ്ടാക്കന്മാരും വ്യാജ ഉപദേഷ്ടാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം. വ്യാജ ഉപദേഷ്ടാക്കൾ ലൗകികമായ ചിന്തയോടെ ആത്മീകമായ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നവരാണ്. കാരണം ധനസമ്പാദനത്തിനു വേണ്ടി മാത്രം ദൈവവചനത്തെ അവർ ഉപയോഗിക്കുന്നു, അല്ലെ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. അവർക്കറിവില്ലാത്തവരെ അവർ ദുഷിക്കുകയും ചെയ്യും. എന്നാൽ സത്യ ഉപദേഷ്ടാക്കന്മാരാകട്ടെ, അവരുടെ ലക്ഷണം അവർ ദൈവത്തിൽ നിന്നുള്ളവരാകയാൽ അവർ സത്യം മാത്രം സംസാരിക്കുന്നു. വ്യാജ ഉപദേഷ്ടാക്കൾക്ക് താൽക്കാലികമായ ലോകത്ത് വിജയമുണ്ടാക്കാൻ സാധിച്ചേക്കാം. എന്നാൽ എല്ലാവരിലും വലിയവനായ ദൈവത്തിൻ്റെ ശുശ്രൂഷകർക്ക് ദൈവം അവരിൽ ഉള്ളതിനാൽ അത്ഭുതകരമായ വിജയം അവർക്ക് ലഭിക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയാറില്ലേ, അസത്യം ഓടും, സത്യം നിരങ്ങും. അസത്യമായതിനാണ് കൂടുതൽ പ്രചാരം എപ്പോഴും ലഭിക്കുക. സത്യം സാവകാശമേ വെളിപ്പെടുകയുള്ളൂ. വ്യാജ ഉപദേഷ്ടാക്കന്മാരെ നമ്മൾ തിരിച്ചറിയുവാനുള്ള ആഹ്വാനമാണ് യോഹന്നാൻ ശ്ലീഹ ഇവിടെ നൽകുന്നത്. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണത സ്നേഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവന് അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അവർ ദൈവത്തെ അറിയുകയും ചെയ്യും. സ്നേഹിക്കാൻ സാധിക്കാത്തവൻ ഒരിക്കലും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹം തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വെളിപ്പെടുത്തൽ, മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് തൻ്റെ ഏകജാതനെ പാപപരിഹാര ബലിയായി തീരുവാൻ തക്കവണ്ണം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം ലോകത്തിലേക്ക് അയച്ചത്. അതിലും വലിയ സ്നേഹമില്ലല്ലോ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ യാഗമായി തീരുവാൻ തക്കവണ്ണം ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹം വെളിപ്പെട്ടത് അവിടെയാണ്. ഇനി 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ നിസ്തുലമായ സ്നേഹം തൻ്റെ പുത്രനെ അയച്ചതിനാൽ വെളിവാക്കപ്പെടുന്നു. സ്നേഹന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹാത്മ്യം ആ യേശുവിനെ നേരിൽ കാണാൻ, ആ സ്നേഹമായ കർത്താവിനെ നേരിൽ കാണാൻ സാധിച്ചതിൻ്റെ ദൃക്സാക്ഷികളാണവർ. അവർ ആ കർത്താവിനോടൊന്നിച്ച് അവർ വസിച്ചവരാണ്.
അവർ യേശു ദൈവമെന്ന് ഏറ്റുപറഞ്ഞവരാണ്. നമ്മളിന്ന് ദൈവത്തെ നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ടല്ല കാണുന്നത്. യേശുവിനെ നമ്മൾ കാണുന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകളാലാണ്. എന്നാൽ ഒരു നാൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ. പൗലോസ്ലീഹ പറയുന്ന പോലെ നമ്മളിന്ന് കടമൊഴിയായി കണ്ണാടിയിൽ കാണുന്നത് പോലെ നമ്മൾ കാണുന്നു. ഒരു ദിവസം എനിക്ക് ലഭിക്കും, അന്ന് ഞാൻ മുഖാമുഖം കാണും. അപ്പോൾ യേശു ദൈവപുത്രൻ എന്ന് ഏറ്റുപറയുന്നവനിലാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇന്ന് ദൈവം നമ്മോടൊപ്പം വസിക്കുന്നത് ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധന നടത്തുമ്പോൾ, ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മിൽ വസിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുകയാണ്. അതാണ് ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്ന അനുഭവം നമ്മിലുണ്ടാവും. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഭയവും സ്നേഹവും തമ്മിൽ ഉള്ളതായ വ്യത്യാസം. ഭയത്തെ അകറ്റുന്ന പ്രധാന വസ്തുത ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹത്തിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു. ആ ദൈവസ്നേഹം നമ്മിൽ പൂർണ്ണമാകുന്നെങ്കിൽ വിധി ദിവസത്തെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ടതില്ല. നമുക്ക് മനോധൈര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളിടത്തൊരിക്കലും ഭയമില്ല. യഥാർത്ഥ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നു. സ്നേഹമാണ് ഭയത്തെ ഇല്ലാതാക്കുന്നത്. സ്നേഹമില്ല എങ്കിൽ നമുക്കവിടെ ഉണ്ടാകുന്നത് ഭയമാണ്. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ ഉത്തമ മക്കൾക്കെന്നതുപോലെ നാം സ്നേഹിക്കുന്നവരെ നമുക്ക് ഭയമില്ല. നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതുകൊണ്ട് അവരുടെ അടുത്ത് പോകുന്നതിനോ അവരെ സ്പർശിക്കുന്നതിനോ അവർക്ക് ഭയമില്ല. എന്നാൽ മറ്റുള്ളവരെ അവർ കാണുമ്പോൾ അവർ ഭയപ്പെടുന്നു. കാരണം അവർക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ആദ്യമായിട്ട് കാണുകയാണ്. എന്നാൽ നമ്മൾ ദിവസവും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദിവസവും ദൈവത്തെ കാണുന്ന അനുഭവമാണ്. അപ്പം അതുകൊണ്ട് ഭയരഹിതമായ ഒരു ജീവിതം ഭൂമിയിൽ നയിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അപ്പം സഹോദര സ്നേഹമെന്ന് പറയുന്നത് സാമൂഹികമായ ഒരു കടമ പ്രതിബദ്ധത എന്നതിനേക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അപ്പം നമ്മളിൽ എളിയവരെ കാണുമ്പോൾ അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുവെന്നുള്ളതാണ് ഒരുവനിൽ ദൈവാത്മാവ് വസിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷണം. കാരണം യേശു അങ്ങനെയുള്ളവരെയാണല്ലോ കൂടുതൽ സ്നേഹിച്ചത്. അതുകൊണ്ട് 20-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്. അവനിലൊരിക്കലും ദൈവമില്ല. എന്നാൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നവനാണ് ദൃശ്യമായ കണ്ണുകളാൽ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്. കാരണം ദൈവം നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പം സ്നേഹിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ, ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ദൈവം നമ്മിൽ വസിക്കുന്നെന്നും സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കണം. കാരണം ദൈവം ശത്രുമിത്ര ഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് കാൽവറിയിൽ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും കർത്താവിനെ പ്രേരിപ്പിച്ചത്. ആ ഒരവസ്ഥയിലേക്ക് ക്രൈസ്തവരായ നമ്മൾ വരേണ്ടതാണ്. എന്നാൽ നമ്മളിന്ന് വാസ്തവത്തിൽ ജാതികളേക്കാൾ കൂടുതൽ തർക്കങ്ങളും കലഹങ്ങളുമായി വ്യവഹാരങ്ങളും ഒക്കെയായി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു.
അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവികമായ സ്നേഹം നമ്മിൽ വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാ നേതൃത്വത്തിൽ ഉള്ളവരിലും ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും എല്ലാവരിലും ദൈവത്തിൻ്റെ സ്നേഹം വരുമ്പോൾ പരസ്പരം നമുക്ക് അംഗീകരിക്കാനും സ്നേഹിക്കാനും വിധേയപ്പെടാനും നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ആ പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ ഈ സ്നേഹം പ്രകടമാക്കുവാൻ ദൈവമേ ഞങ്ങൾ വസിക്കണമേ എന്ന് ഓരോ ദിവസവും പ്രാർത്ഥനയോടുകൂടി ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കാം. അതിനെ യോഹന്നാൻ ശ്ലീഹായുടെ ഈ ലേഖനം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നമുക്കറിയാം, ഇതിലെല്ലാം യോഹന്നാൻ ശ്ലീഹ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ വിഷയമേ ഉള്ളൂ, സ്നേഹമാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി യോഹന്നാൻ്റെ 1-ാം ലേഖനം ഒരു അധ്യായം കൂടിയുള്ളൂ. 5-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ യോഹന്നാൻ എഴുതിയ 2-3 ലേഖനം, ഓരോ അധ്യായങ്ങൾ, പിന്നെ യൂദയുടെ ലേഖനം. അതിനുശേഷം അടുത്ത ആഴ്ച മുതൽ ദൈവഹിതമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകും. വെളിപാട് പുസ്തകം പിന്നീട് ഒരിക്കൽ അത് വിശദമായി അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതാണ്. നമുക്കത് പഠിക്കാവുന്നതാണ്. അതിന് കുറച്ച് ഇപ്പോൾ തൽക്കാലം അത് മാറ്റിവെക്കുന്നു. അതിന് വേറെ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത് നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകാം. ഉൽപ്പത്തി ആദ്യത്തെ 5 പുസ്തകം ആദ്യം നമുക്ക് വായിച്ച് ധ്യാനിക്കാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, പഞ്ചഗ്രന്ഥങ്ങൾ, അതിനുശേഷം മറ്റു പുസ്തകങ്ങളും നമുക്ക് ക്രമമായി വായിക്കാവുന്നതാണ്. അപ്പോൾ ആ പഞ്ചഗ്രന്ഥങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പുസ്തകങ്ങൾ വായിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരും ഇത് വായിക്കുവാനുള്ള പ്രേരണ അവർക്ക് നൽകണം. നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ അതും ആദ്യം മുതൽ വായിക്കുവാൻ, അതൊന്ന് സുവിശേഷത്തിൻ്റെ വലിയ ഭാഗമാണ്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആരുടെയും ഒരു മഹത്വത്തിനോ നമ്മുടെ ആരുടെയും എന്തെങ്കിലും മറ്റുള്ള നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ടോ അല്ല ഇത്. എല്ലാവരും ദൈവവചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയണമെന്നുള്ള ആഗ്രഹമാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് വലിയ സുവിശേഷ പ്രവർത്തനമാണ്. മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുക, അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ചെയ്യുവാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്നേഹത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.